പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, സർവശക്തനായ ദൈവം ഈ അത്ഭുത അൾത്താരയിൽ കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ഈ ഭദ്രാസന ദേവാലയത്തിൽ ഈ അത്ഭുത അൾത്താരയിൽ അനേകം വിശുദ്ധരായ മിഷണറിമാർ, അനേകം വിശുദ്ധരായ മെത്രാന്മാർ ബലിയർപ്പിച്ച ഈ അൾത്താരയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് അച്ഛൻ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. പ്രിയപ്പെട്ട മക്കളെ, നീതി നടക്കേണ്ട ഒരു കാലഘട്ടമാണ്. പ്രിയപ്പെട്ട മക്കളെ, രമ്യതപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. പ്രിയപ്പെട്ട മക്കളെ, പാവപ്പെട്ടവരെ സഹായിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പ്രിയപ്പെട്ട മക്കളെ, മറ്റുള്ളവരെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മുടെ മുൻപിലുള്ള മാതൃക നമുക്ക് വേണ്ടി പിഴകൾ സഹിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇന്ന് ആ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വിടുതൽ ലഭിക്കട്ടെ. നിങ്ങളുടെ വീട്, പറമ്പ്, നാട്, ദേശം, നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങളുടെ സൽപ്പേര് ഇവയെല്ലാം ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ എഴുതിയിടുന്ന ഓരോ നിയോഗങ്ങളെ ഓരോന്നോരോന്നെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. കടബാധ്യതകൾ മൂലം വിഷമിക്കുന്നവർക്ക് വിടുതൽ കിട്ടാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പറമ്പിൻ്റെ കച്ചവടം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. കിണർ പണിയിൽ കിണറിൽ വെള്ളമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നവർക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സ്ഥാപനങ്ങൾക്ക് നല്ല പുരോഗതി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കളുടെ മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. കുടുംബനാഥൻ്റെ മദ്യപാനവും തെറ്റായ ബന്ധങ്ങളും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില പെൺകുട്ടികളുടെ തെറ്റായ ബന്ധങ്ങളും അനുസരണക്കേടുകളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, ഞങ്ങളുടെ വീട്ടിലേക്ക് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. നിങ്ങൾ ഇന്ന് സമർപ്പിക്കുന്ന ഓരോ നിയോഗങ്ങളിലേക്ക് കടന്നു വരട്ടെ. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധിയോടെ ജീവിക്കാനുള്ളൊരു വിളിയുടെ കാലഘട്ടമാണ്. ആ വിശുദ്ധിക്ക് വേണ്ടി തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് വിട്ടുമാറട്ടെ. വിശ്വാസത്തിനെതിരായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. മക്കളുടെ പ്രാർത്ഥനയില്ലായ്മകൾ, അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ അവരെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ വിട്ടുമാറട്ടെ. തെറ്റായ ബോധ്യങ്ങളും തെറ്റായ അറിവുകളും അവരിൽ നിന്ന് വിട്ടുമാറട്ടെ. ദൈവത്തിൻ്റെ മുൻപിലും മാതാപിതാക്കളുടെ മുൻപിലും മുതിർന്നവരുടെ മുമ്പിലും എളിമപ്പെടാനാവാത്ത വിധത്തിൽ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും പിടികൂടിയിരിക്കുന്ന അഹങ്കാരത്തിൻ്റെ, തലക്കനത്തിൻ്റെ, ഗർവിൻ്റെ ദുരാത്മാക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ. എളിമയുള്ളിടത്താണ് ദൈവമുണ്ടെന്നുള്ള വലിയ തിരിച്ചറിവ് അവർക്ക് ലഭിക്കട്ടെ. ആത്മാവിനാൽ നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ ദിവസങ്ങളിലേക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനുള്ള വരം ലഭിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വിശുദ്ധിയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അഭിഷേകം ലഭിക്കട്ടെ. സമയം കിട്ടുമ്പോൾ കുമ്പസാരിക്കാനുള്ള സൗകര്യം ലഭിക്കട്ടെ. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിൽ പോയി ഡെയിലി ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയുടെ പൂർണ്ണത ലഭിക്കാൻ അവിടെ പോയി ഒരു പിശാച് ബഹിഷ്കരണം പ്രാർത്ഥനയിൽ പങ്കെടുക്കാനുള്ള അഭിഷേകം കിട്ടട്ടെ. കർത്താവേ, ഒരു വലിയ അനുഗ്രഹം, വിശുദ്ധ കുർബാനയുടെ അനുഗ്രഹം, വിശുദ്ധ വചനത്തിൻ്റെ അനുഗ്രഹം, വിശുദ്ധ ജപമാലയുടെ അനുഗ്രഹം, വൈദികരുടെ അനുഗ്രഹം, സമർപ്പിതരുടെ അനുഗ്രഹം, ആഗോള കത്തോലിക്ക സഭയിലൂടെ ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ, ലിയോ 14 പാപ്പ അർപ്പിക്കുന്ന കുർബാനയുടെ അഭിഷേകം, നമ്മുടെ മെത്രാന്മാർ അർപ്പിക്കുന്ന കുർബാനയുടെ അഭിഷേകങ്ങൾ എല്ലാ കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ. ഏതെങ്കിലും സ്ഥലങ്ങളിൽ ആരാധനക്രമവുമായി നടക്കുന്ന എല്ലാ ഭിന്നതകൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. എല്ലാ അസ്വസ്ഥതകൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് അതിലേക്ക് കടന്നു വരട്ടെ. നമ്മുടെ മാനുഷിക ചിന്തകൾക്കപ്പുറമായിട്ട് ദൈവത്തിൻ്റെ വലിയ കൃപ ലഭിക്കട്ടെ. കർത്താവേ, നിന്റെ ശക്തി മക്കളിലേക്ക് ഒഴുകട്ടെ. ഇവരുടെ ഭവനങ്ങളിലേക്ക് വരട്ടെ. കൈക്കുഞ്ഞുങ്ങൾ ഇന്ന് അനുഗ്രഹം ആവശ്യമുള്ളതാണ്. അവരുടെ പിരിവിരിപ്പുകൾ വിട്ടുമാറട്ടെ. കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ വിട്ടുമാറട്ടെ. വർഗത്തിലെ ഞെട്ടലുകൾ വിട്ടുമാറട്ടെ. കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ വിട്ടുമാറട്ടെ. പ്രായമായവരുടെ അവർക്ക് ആശ്വാസം കിട്ടട്ടെ.
പ്രത്യേകിച്ച് മരണാസന്നരായി കിടക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. ക്യാൻസർ, ട്യൂമർ, അലർജി, പാൻക്രിയാസ്, കിഡ്നി, ഹൃദയ സംബന്ധമായ രോഗം, അലർജി രോഗങ്ങൾ, ഗ്യാസ്, വയറുവേദന, തണ്ടലിൻ്റെ വേദന, സന്ധിബന്ധങ്ങളിലെ വേദന, മുട്ടുകാലിൻ്റെയും മുട്ടുകൈയുടെയും വേദന, തോളിൻ്റെ വേദന, പെടലിയുടെ വേദന, നട്ടലിൻ്റെ വേദന, ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ്, തലവേദന, തലകറക്ക, മരവിപ്പ് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരികെ നാട്ടിലേക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന, കേസുകളുമായി ബന്ധപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന അവർക്ക് വിടുതൽ ലഭിക്കട്ടെ. ചില അപകടങ്ങൾ സംഭവിച്ച് അതുമായി ബന്ധപ്പെട്ട കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് വിടുതൽ കിട്ടട്ടെ. കർത്താവേ, കലഹത്തിൻ്റെയും വെറുപ്പിൻ്റെയും ദുരാത്മാക്കൾ ഇന്ന് ബന്ധിക്കപ്പെടട്ടെ. കൂടോത്തരങ്ങളുടെയും ആഭിചാരത്തിൻ്റെയും കൈവശത്തിൻ്റെയും ദുരാത്മാക്കൾ ഇന്ന് വിട്ടുമാറട്ടെ. ഭർത്താവിനെ സ്നേഹിക്കാൻ, ഭാര്യയെ സ്നേഹിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹത്തിൽ വന്നു പോയിട്ടുള്ള വിള്ളലുകൾ യേശുനാമത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ഇന്നൊരു പുതിയ സൗഖ്യത്തിൻ്റെ ദിനമായി മാറട്ടെ. ഇന്നൊരു പുതിയ അഭിഷേകമായി മാറട്ടെ. പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കാലിൻ്റെ കെട്ടുകൾ, കൈയുടെ കെട്ടുകൾ, തൊണ്ടയുടെ കെട്ടുകൾ, തലച്ചോറിൻ്റെ കെട്ടുകൾ എല്ലാം വിട്ടുമാറട്ടെ. പറമ്പിൻ്റെ ദോഷം മാറട്ടെ. തൊഴിൽ മേഖലയിലെ ദോഷം മാറട്ടെ. സ്ഥാപനങ്ങളിലെ ദോഷം മാറട്ടെ. സാമ്പത്തിക കടങ്ങൾ മാറട്ടെ. കുരുക്കുകൾ അഴിയട്ടെ. മേൽഗതി കിട്ടാത്ത അവസ്ഥകൾ വിട്ടുമാറട്ടെ. പ്രാക്കുകൾ നിർവീര്യമാകട്ടെ. ശാപങ്ങൾ നിർവീര്യമാകട്ടെ. തെറ്റായ വസ്തുക്കളിലൂടെ കടന്നു വന്ന ആ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. അന്യദൈവ പൂജയിലൂടെ കടന്നു വന്ന ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. ഒന്നാം പ്രമാണ ലംഘനങ്ങളിലൂടെ, 10 കൽപ്പനയുടെ ലംഘനങ്ങളിലൂടെ കടന്നു വന്ന ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാമത്തെ തിരുവചനം 8:9 ആദ്യ ഭാഗം. വചനം ഇങ്ങനെയാണ്: അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിടരും, നീ വേഗം സുഖം പ്രാപിക്കും. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഏത് രോഗമാണെങ്കിലും കർത്താവ് എടുത്തു മാറ്റി. വിശ്വസിച്ചാൽ മതി മക്കളെ, വിശ്വസിക്കുക. കുഞ്ഞിന്റെ രോഗം മാറും, കുടുംബനാഥന്റെ രോഗം മാറും, മക്കളുടെ രോഗങ്ങൾ മാറും, ജീവിത പങ്കാളിയുടെ രോഗം മാറും, അവരുടെ തളർച്ചകൾ മാറും. പ്രാർത്ഥിച്ചോ. ഇതെന്നൊക്കെ വചനം പറയാം. നീ വേഗം സുഖം പ്രാപിക്കും. വചനം കേൾക്കുന്നവരെ വിശ്വസിച്ചോ, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. ആമേൻ. പുതിയൊരു അഭിഷേകമാണ് മക്കളെ, പുതിയൊരു അനോയിന്റിംഗ്. വചനം ഇന്ന് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നിങ്ങളെ ഭാരപ്പെടുത്തുന്നതെല്ലാം ഈ വചനത്തിന്റെ ശക്തിയാൽ വിട്ടുമാറട്ടെ. സ്തുതിച്ചേ, കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവമേ, ഈ മക്കളുടെ വീടിരിക്കുന്ന പറമ്പ്, അതിൻ്റെ 4 അതിരുകൾ, 16 കോണുകൾ, ഭവനത്തിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങൾ, ഉപയോഗ വസ്തുക്കൾ, വസ്തുവകകൾ, സ്ഥാപനങ്ങൾ, പക്ഷിമൃഗാദികൾ, വൃക്ഷലതാദികൾ, സകലത്തിനെയും അങ്ങയുടെ തിരുക്കുരിശിൻ ചുവട്ടിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇവരുടെ പഠന ഉപകരണങ്ങൾ, ഇവരുടെ തൊഴിൽ ഉപകരണങ്ങൾ, ഇവരുടെ വാഹനങ്ങൾ ഈശോയെ ആശീർവദിക്കണമേ. ഇന്നോളം നടന്നു നീങ്ങിയ വ്യക്തികളിലൂടെ, കടന്നു വന്ന വസ്തുക്കളിലൂടെ പല വിധത്തിൽ അശുദ്ധമാക്കപ്പെട്ട സ്ഥലത്തെയും അന്തരീക്ഷത്തെയും വിശുദ്ധീകരിക്കുന്ന അഗ്നിയായ പരിശുദ്ധാത്മാവെ സമർപ്പിക്കുന്നു. ഏകദൈവ വിശ്വാസത്തിന് നിരക്കാത്ത വിഗ്രഹാരാധനകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, പൂജാവിധികൾ, അബദ്ധ സിദ്ധാന്തങ്ങൾ, കണ്ണുനീര്, കൗശലപൂർവ്വം പിടിച്ചു പറിച്ച് തട്ടിയെടുത്തതുമായ കാര്യങ്ങളിലൂടെയും ജഡിക പാപങ്ങളിലൂടെയും ആത്മഹത്യ, ഭ്രൂണഹത്യ, കൊലപാതകം, മറ്റ് മാരക പാപങ്ങളിലൂടെ കടന്നു വന്ന ദൈവസാന്നിധ്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ദുരാത്മാക്കളെ ബന്ധിച്ച്, ശാസിച്ച്, ബഹിഷ്കരിച്ച് അത്ഭുതകരമായ വിടുതൽ ലഭിക്കട്ടെ. ഈശോയെ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. സകല വസ്തുക്കളിലും വ്യക്തികളിലും നിലനിൽക്കുന്ന തിന്മയുടെ ഈ അന്ധകാരത്തിൻ്റെയും
നാരകീയ പൈശാചിക ശക്തികളെയും സാത്താൻ ശക്തികളെ, തിന്മ ശക്തികളെ കത്തിച്ച് ചാമ്പലാക്കി ബന്ധനങ്ങളും കെട്ടുകളും അഴിച്ച് വിടുതൽ നൽകി ദൈവശക്തിയും അഭിഷേകവും സൗഖ്യവും പ്രദാനം ചെയ്ത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ദൈവകൃപ ഈ മക്കൾക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് in the name of Jesus, the name of my priesthood, the name of Holy Eucharist. I command every spirit of evil to depart from you. Bless the name of Jesus. Amen. പ്രിയപ്പെട്ട മക്കളെ, മാർച്ച് 1-ാം തീയതി ഞായറാഴ്ച താമസിച്ചുള്ള ധ്യാനം വയനാട് പള്ളിക്കുന്ന് ലൂർദ് മാതാവിൻ്റെ ധ്യാന കേന്ദ്രത്തിൽ ആരംഭിക്കുകയാണ്. അച്ഛൻ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്, മറ്റ് വൈദികരും നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് തിങ്കളാഴ്ച മുഴുവൻ അച്ഛനായിരിക്കും നേതൃത്വം കൊടുക്കുന്നത്. മറ്റ് ദിവസങ്ങളിൽ മറ്റ് വൈദികരും, അതോടെ ഞായറാഴ്ചയും തുടക്കം മുതൽ തന്നെ അച്ഛൻ അതിന് നേതൃത്വം കൊടുക്കും. പ്രിയപ്പെട്ട മക്കളെ, സാധിക്കുന്നവർ പെട്ടെന്ന് തന്നെ ഈ നോമ്പ് കാലത്ത് ഒരു 3.5 ദിവസം പരിശുദ്ധ അമ്മയുടെ അത്ഭുത പള്ളിയാണത്, അവിടെ താമസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പെട്ടെന്ന് തന്നെ പേര് രജിസ്റ്റർ ചെയ്യുക. ബുധനാഴ്ച ഉച്ചക്ക് 1 മണിയോടുകൂടിയാണ് അത് തീരുന്നത്. ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രാവശ്യത്തെ ധ്യാനത്തിന് അവിടെ ക്ഷണിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം ഈ ദേവാലയത്തിൽ, കോഴിക്കോട് ഭദ്രാസന ദേവാലയത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. വൈകുന്നേരം 6 മണി മുതൽ 8:30 മണി വരെ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ശുശ്രൂഷ. 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന, 8 മണി മുതൽ വിശുദ്ധ അന്തോനീസിൻ്റെ അത്ഭുത തിരുശേഷിപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷകളിലേക്കൊക്കെ അച്ഛൻ നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.